ഇത് ചരിത്രം. രണ്ടാഴ്ച മുന്നേ ഇത് ജിൻഡോയെ കൊണ്ടെന്നല്ല ആർക്കും ആ വീട്ടില് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ചരിത്രം. 11 വോട്ടുകൾ, എവ്വളോ 11 വോട്ടുകൾ. വോട്ടേഴ്സ് ആകെ 13 പേരേ ഉള്ളൂ. അവിടെയാണ് 11 വോട്ടുകൾ നേടി ഒരാള് ക്യാപ്റ്റൻസി എലക്ഷൻ തൂത്ത് വാരുന്നത്. അന്ത ഏരിയ ഇന്ത ഏരിയ ഒന്നുമില്ല, എല്ലാ ഏരിയയിൽ നിന്നും അപ്രതീക്ഷിതമായ ജിൻഡോയ്ക്ക് കുറെ വോട്ടുകൾ ലഭിച്ചു. ഞെട്ടിപ്പോയി ചിലതൊക്കെ കണ്ടപ്പം. ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗബ്രിക്ക് പവർ ടീമിൽ നിലവിലുള്ള അർജുൻ, രസ്മിൻ, അപ്സര എന്നിവരുടെ വോട്ടും പിന്നെ സെൽഫ് വോട്ടും ഉണ്ട്. അങ്ങനെ 4 വോട്ടുകളാണ് ഗബ്രിക്ക് ലഭിച്ചത്. പിന്നെ ജയദീപിന് 2 വോട്ടുകളാണ്. ജാസ്മിൻ ജയദീപിന് വോട്ട് കൊടുത്തു. ഞെട്ടിയോ ഗൈസ്? ഞെട്ടണം. കാരണം ജാസ്മിൻ ഗബ്രിക്കല്ല വോട്ട് കൊടുത്തത്, അഭിഷേക് ജയദീപിനാണ്. ജയദീപിന്റെ 1 വോട്ടും കൂടി ചേർത്ത് 2 വോട്ടുകളാണ് ജയദീപിന് ലഭിച്ചത്. ശ്രീധുവിനും 2 വോട്ടുകളാണ് ലഭിച്ചത്. നോറ പിന്നെ സെൽഫ് വോട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ 2 വോട്ടുകളാണ് ശ്രീധുവിന് ലഭിച്ചത്. ശ്രീരേഖയ്ക്ക് വോട്ടൊന്നുമില്ല. സ്വന്തം വോട്ട് പോലും ജിൻഡോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആ മനസ്സ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നന്ദനയ്ക്കും അതേപോലെ തന്നെയാണ്, വോട്ടൊന്നുമില്ല. ശ്രീരേഖയെ പോലെ തന്നെ സ്വന്തം വോട്ട് ജിൻഡോയ്ക്ക് കൊടുത്തു. ജിൻഡോയ്ക്ക് വേണ്ടി ടണൽ ടീം മൊത്തത്തോടെ പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ റെക്കോർഡ് വോട്ടുകളോടെ നമ്മുടെ മല്ലയ്യ ജിൻഡോ പൊളിച്ചടുക്കി. ജിൻഡോ ആരാണ് എന്താണ് എന്ന് ഇപ്പൊ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും. പവർ ടീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പിന്തുണ ജിൻഡോയ്ക്ക് വരില്ലായിരുന്നു. വൈകിയാണെങ്കിലും ടണൽ ടീമിനെ പിന്തുണച്ച് ജയിപ്പിച്ചത് തന്നെയാണ് ജിൻഡോ ജയിക്കാനുള്ള എക്സ് ഫാക്ടർ. അതാ മനുഷ്യന്റെ അവസാന നിമിഷത്തെ ചാണക്യ ബുദ്ധി തന്നെയാണ്. അവിടെയുള്ള വേറെ ആരുടെ തലയിലും ഉദിക്കാത്ത ഒരു ബുദ്ധി. നമ്മിച്ചു കൊടുക്കണം ആ മനുഷ്യനെ ശരിക്കും. അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ജിൻഡോ.